എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞത് ഞങ്ങളാണ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നേമത്ത് ബി.ജെ.പിയെ പരാജയപ്പെടുത്തി ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു വന്നത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയായ സഖാവ് ശിവൻകുട്ടിയാണ്. അതെ, ഞാനാണ്. പാലക്കാട് ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. പാലക്കാട് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചത്. പക്ഷേ കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം നെക്കായിരുന്നു. ബി.ജെ.പി മുന്നിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായി, UDF പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി. എന്നിട്ട് അവസാനം പാലക്കാട് അവസാന റൗണ്ടിൽ UDF വിജയിച്ചു, ബി.ജെ.പി പരാജയപ്പെട്ടു. ബി.ജെ.പി പരാജയപ്പെട്ടപ്പോൾ കേരളമാകെ സന്തോഷിച്ചു. ബി.ജെ.പി പരാജയപ്പെട്ട ലാസ്റ്റ് ലാപ്പിൽ കൈയടിച്ചവരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സഖാക്കളുമുണ്ട്. എന്നാൽ നേമത്ത് ബി.ജെ.പി പരാജയപ്പെടുമ്പോൾ, അവിടെ പാലക്കാട് ബി.ജെ.പി പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലെ നേമത്ത് ബി.ജെ.പി പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ പലരും സന്തോഷിക്കുന്നില്ല? ഇതൊരു ചോദ്യമാണ്. സംസ്ഥാന തലത്തിൽ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം ഭരിക്കുന്ന ത്രിപുരയിൽ ഇടതുപക്ഷത്തെ ആക്രമിച്ച് ശരിപ്പെടുത്തി ഇടതുപക്ഷ ഭരണത്തെ തകർത്ത് ബി.ജെ.പി ഭരണം വന്നപ്പോൾ പടക്കം പൊട്ടിച്ച പലരുമാണ് ഇന്ന് UDF നേതൃനിരയിലുള്ളത്. എന്നാൽ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഗോൾ പോസ്റ്റിൽ ഗോളി പോലും ഇല്ലാതെ ഗോളടിച്ചാൽ എളുപ്പമാകുന്ന രീതിയിലേക്ക് ഭരണം കിട്ടേണ്ടത് പല ആഭ്യന്തര പ്രശ്നം കാരണം നഷ്ടപ്പെടുത്തിയ കോൺഗ്രസിന്റെ നിലപാട് വന്നപ്പോ ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നപ്പോ ദുഃഖിച്ചവരാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രദാനം ചെയ്ത അദ്ദേഹത്തിന്റെ മുകളിൽ എഴുതി കാണിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, CPIM, അത് തന്നെ വിഭാഗീയതയുടെ ഭാഗമായിട്ടൊരു പാർട്ടിയിൽ നിന്ന് പിളർന്നു വന്ന ഒരു വിഭാഗീയതയുടെ രൂപമായ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടി തന്നെ വിഭാഗീയമായി പിളർന്നതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ആൾ വിഭാഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ വലിയ രസകരമായി തോന്നുന്നു. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ കോൺഗ്രസ് ബി.ജെ.പിയെ സഹായിക്കുന്നു. ഏത് വിഷയത്തിലെ സഹായിക്കുന്നു അദ്ദേഹം ഒന്ന് പറയട്ടെ. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ നിരവധിയായ ദിവസം സംഘടനയുടെ ചുമതലകൾ പ്രകാരം പോയി ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, അവിടെ സഖാവ് മുഹമ്മദ് റിയാസ് അദ്ദേഹവും മത്സരരംഗത്തായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് കൃത്യമായി ധാരണകൾ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത്. പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് ഈ ശ്രീധരനെ പരാജയപ്പെടുത്തി വന്നു കഴിഞ്ഞപ്പോൾ CPM-കാര് കയ്യൊക്കെ അടിച്ചു കാണും. അതിനകത്തൊന്നും ഞാൻ തർക്കം പറയുന്നില്ല. പക്ഷേ ആ ഈ ശ്രീധരൻ ജയിക്കാൻ വേണ്ടിയിട്ടാകുന്ന എല്ലാവിധമായ സഹായങ്ങളും അവിടെ CPM ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഒന്ന് പ്രാദേശികമായിട്ട് താങ്കൾ ചെയ്ത് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. താങ്കൾക്ക് നന്നായിട്ട് DYFI സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വോട്ട് പെർസെൻറ്റേജും CPM-ന് പിടിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആർക്കാണ് വോട്ട് കിട്ടിയതെന്നും ഒക്കെ ആലോചിച്ചിട്ട് പാലക്കാട്ടെ കയ്യടിയെ പറ്റിയൊക്കെ ഒന്ന് പറയുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ശ്രീധരനെ ജയിപ്പിക്കാനാവുന്ന പണികൾ മുഴുവൻ ചെയ്തതിനു ശേഷം അവസാനം വന്ന് ഒരു നിവൃത്തിയില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇളിഭ്യരായി നിൽക്കുന്ന സമയത്ത് കൈയടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ